പ്രിയമുള്ളവരെ, അത്യുൽപാദന ശേഷിയുള്ള റാണിമാരെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ തേനീച്ചയെ പെട്ടിയിൽ പോലും സാധാരണ ഞൊടിയൻ തേനീച്ചയെ വളർത്താൻ സാധിക്കും. ഇതൊരു ഇറ്റാലിയൻ തേനീച്ച പെട്ടിയാണിത്. പഴയ ഇരുന്നാണ്. അതിനെ ഘടിപ്പിച്ച് വെച്ച് അതിനെ വളർത്തതാണ്. നമ്മുടെ സാധാരണ വെള്ള ഞൊടിയനെ വളർത്തതാണ്. അതുകൊണ്ടോ നല്ലപോലെ തേൻ വെച്ചിട്ടുണ്ട്. നിറഞ്ഞു. എല്ലാവർക്കും സംശയമായി ഇത്രയും നീളത്തിൽ എങ്ങനെ നിൽക്കും, ചൂട് കിട്ടുമോ, ടെമ്പറേച്ചർ കിട്ടുമോ എന്നൊക്കെ പലരും ഭയങ്കര സംശയങ്ങളാണ്. പക്ഷേ ഇതിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തേൻ ഉള്ള ഭാഗം കൊണ്ട് പിന്നെ അതിൻ്റെ മേൽമുടിയിലുമായി തേൻ ഉള്ള ഭാഗം നമ്മൾ എടുത്ത് നോക്കണം. തേനുള്ള ഭാഗമുണ്ടോ? എടുത്തു. ഇത് തേൻ്റെ ഭാഗമാണ്. നിറച്ചും തേനാണ് ഇത്. നോക്കിയേ, നമ്മൾ തൂക്കി നോക്കാൻ പോകണം. തൂക്കി നോക്കിയപ്പോൾ ത്രാസിൽ തൂക്കിയപ്പോൾ ഏകദേശം 3 കിലോയിൽ മിച്ചമുണ്ട്. തേന് 3 കിലോ മിച്ചമുണ്ട്. നിങ്ങൾക്ക് കാണത്തില്ല, നമ്മൾ തൂക്കി നോക്കിയതാണ്. 3 കിലോ തേനുണ്ട്. അങ്ങനെ നമുക്ക് തേൻ ഭാഗം നമുക്ക് എടുക്കാം. ഉണ്ടോ? നല്ല വെയിറ്റാണ്. നമുക്ക് എടുക്കാൻ തന്നെ ഭാരമാണ്. നല്ല വെയിറ്റുണ്ട്. തേനുള്ള ഭാഗം, ബോഡിയിലെ ഭാഗം നമ്മൾ എടുക്കണ്ട. തേനുള്ള ഭാഗം അങ്ങോട്ട് വെക്കുന്നു. കണ്ടല്ലോ. ഇത് സാധാരണ നമ്മുടെ ഈ ന്യൂട്ടൺ പെട്ടിയുടെ ഒരു 4 ഇരട്ടി അടകൾ. ആ ഫ്രെയിം ഇറ്റാലിയൻ്റെ ആണെന്ന് ഓർത്താൽ മതി. ഒരു 3-4 ഇരട്ടി വലിപ്പമുണ്ട് അടകൾ. ചിലയിടത്ത് മുഴുവനായിട്ട് കെട്ടിയിട്ടില്ല, കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇത് ഇറ്റാലിയൻ തേനീച്ചപ്പെട്ടിയാണ്. അതിൽ നമ്മൾ സാധാരണ ഞൊടിയനെ വളർത്തി എടുക്കണം. അപ്പോൾ ഇവിടെ ആ ടെമ്പറേച്ചറിൻ്റെ വിഷയമൊന്നുമില്ല. അവർ ചൂട് ക്രമീകരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ നിറച്ച തേനീച്ചയാകുമ്പോൾ അതൊരു കുഴപ്പമില്ല, അടപ്പുഴും ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ കണ്ടോ, അത് നല്ല വളർച്ചയാണ്. തൂക്കം നോക്കുകയാണ്, എടുത്തത് തേൻ നോക്കുകയാണ്.